ആലപ്പുഴയിലേക്കാണ്. കാർഷിക മേഖലയ്ക്ക് ഒരുപാട് മാതൃക നൽകിയിട്ടുള്ള ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. വിത്തുത്സവം. ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരമ്പരാഗത വിത്തിനങ്ങളുടെ കൃഷി വ്യാപനമാണ് ലക്ഷ്യം. നാൽപ്പതിനം കാച്ചിലുകൾ, തവളക്കണ്ണൻ, രക്തശാലി തുടങ്ങിയ 100-ലധികം നെൽവിത്തുകൾ, ഭൗമസൂചിക പദവി ലഭിച്ച വാഴക്കുളം പൈനാപ്പിൾ, അങ്ങനെ 1000-ലധികം വിത്തിനങ്ങളുണ്ട് വിത്തുത്സവത്തിൽ. കഞ്ഞിക്കുഴിയിൽ കൃഷി വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 ദിവസം നീണ്ടുനിന്ന വിത്തുത്സവത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി. കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള, കൂടുതൽ വിളവ് ലഭിക്കുന്ന വിത്തുകൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് പരമ്പരാഗതമായ നമ്മുടെ വിത്തിനങ്ങൾ. നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകർ ഒരുപാട് ഇനങ്ങൾ അങ്ങനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഇത്തരം വിത്തുകളുടെ ആ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വിത്തുത്സവം സംഘടിപ്പിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചത്. വിത്തുകൾക്ക് പുറമെ പെരുമ്പറ, കലപ്പ, വട്ടി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളും പഴയകാല പാത്രങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണാണ് നമ്മുടെ കൂടെയുള്ളത്. രഘു, വിത്തുത്സവം കണ്ടിട്ടുണ്ടോ, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഞങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞ് കൈ മലർത്തി കളയുമല്ലേ. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇക്കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് പോവുക തന്നെ വേണം. അത് അത്യാവശ്യമാണ് എന്നുകൂടി പറയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വിത്തുത്സവം? കഞ്ഞിക്കുഴിയിലെ കൃഷിയെക്കുറിച്ച്, കഞ്ഞിക്കുഴിയിലെ ബാങ്കിനെ കുറിച്ച് ഒക്കെ ഈ തത്സമയത്തിൽ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ആലപ്പുഴ വന്നതിന് ശേഷം നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് കൃഷി, അവിടുത്തെ ചൊരിമണലിലെ ജൈവ പച്ചക്കറി കൃഷി സംസ്ഥാനത്തൊട്ടാകെ മാതൃകയാകുന്ന രീതിയിൽ പലരും ആ പഞ്ചായത്തിൻ്റെ ആ പദ്ധതികൾ ഒരുപാട് പഞ്ചായത്തുകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മാത്രവുമല്ല, കഞ്ഞിക്കുഴി ഏരിയയിലേക്ക്, മാരാരിക്കുളം ആ പ്രദേശത്തേക്ക് നമുക്ക് ചെന്നാൽ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കൃഷിയിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന, നമുക്ക് ബിസിനസ് പോലെ കൃഷി ചെയ്യുന്ന ആളുകളെയുമൊക്കെ കാണാം. അവിടെയാണ് ഇത്തരത്തിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനോടനുബന്ധിച്ച്, കഞ്ഞിക്കുഴി പഞ്ചായത്തിനോട് ചേർന്നാണ് കൃഷി വകുപ്പ് ഇത്തരത്തിലൊരു വിത്തുത്സവം സംഘടിപ്പിച്ചത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. കാരണം നമ്മൾ കാച്ചിലും ചേനയും ഒക്കെ, നമ്മൾ വീട്ടിൽ കാച്ചിലും നാട്ടിൻപുറങ്ങളിലെ വീടുകളിലൊക്കെ കാച്ചിലും ചേമ്പും ഒക്കെ നടാറുണ്ട്. പക്ഷേ ഇത്ര മാത്രം വെറൈറ്റികൾ കാച്ചിലിനും ഒക്കെ ഉണ്ട് എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എന്ന് മാത്രമല്ല, കുട്ടനാട്ടുകാർക്കൊക്കെ നെല്ല് പരിചിതമാണ്. നമ്മൾ ഉമ, ജ്യോതി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ D90 അങ്ങനെയൊക്കെയുള്ള വിത്തുകളാണ് നിലവിൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ്, കാലങ്ങൾക്ക് മുൻപ് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെൽവിത്തുകൾ, കാന്താരി മുളകിൻ്റെ വളരെ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാന്താരി മുളകുകൾ, അങ്ങനെ എന്തെല്ലാം പച്ചക്കറികൾ, എന്തെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 10 വെറൈറ്റി എങ്കിലും ആ വിത്തുത്സവത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഉത്സവമൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തനത് വിത്തുകൾ നാട്ടിൻപുറങ്ങളിലുള്ള അല്ലെങ്കിൽ നാട്ടുകാരെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരം വിത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ഈ ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നൊക്കെ മാറി നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള പുതിയ വിത്തുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈൽഡ് കുറഞ്ഞ ഇത്തരം വിത്തുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളുടെ നാടിൻ്റെ തനിമയാണ്, സംസ്കാരമാണ്. അതൊക്കെ നിലനിർത്തി പോകേണ്ടത് ഒരു സംസ്കാരം നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തായാലും കൃഷി വകുപ്പ് 3 ദിവസം നീണ്ടു നിന്ന്, ആദ്യമൊക്കെ അവർ പ്രതീക്ഷിച്ചത് വലിയൊരു ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തീർച്ചയായും രഘു, എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കൃഷിയെക്കുറിച്ച് അറിയാം, കൃഷിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാം, പുതിയ കൃഷി രീതികളെ കുറിച്ചൊക്കെ അറിയാം എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഒരു പാരമ്പര്യം കൃഷി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയുക, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഈ ഒരു കാലത്ത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കുക അല്ലേ. ശരി രഘു.